ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങളെ തേടി വരുന്ന സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? അവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടപ്പോൾ മാത്രം നമ്മളെ വേണം. എന്നാൽ അവർ കുറച്ച് ആൾക്കാരൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാതറിങ് പ്ലാൻ ചെയ്യുമ്പോൾ അവർ നമ്മളെ അങ്ങ് സൗകര്യപൂർവ്വം ഒഴിവാക്കും. നമ്മൾ ഭയങ്കര വിഷമമായിട്ട് ഇത് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് എന്താണ് എന്നെ ഒഴിവാക്കിയെന്നൊക്കെ അവസാനം ധൈര്യമൊക്കെ സംഭരിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പരിധിവരെ ആ വേദന മറന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും അത് മറന്നുപോയതാണ്, അല്ലെങ്കിൽ പരസ്പരം പഴിചേർന്നൊരവസ്ഥ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാണ് അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടാനായിട്ട് നോക്കും. ഇനി ഇത് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് ഞങ്ങളില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെയാവും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നിന്നെ വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി നിങ്ങളെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിർത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും അതിൽ. ഇത് വലിയൊരു ടോക്സിക് അവസ്ഥാനന്തരാണ് ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ സംഭവിക്കണേ. നിങ്ങളിങ്ങനെ ഒരു ഓപ്ഷനായി മാത്രം കാണുന്ന ഈ കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വില തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ കോൺഫിഡൻസും ആ സെൽഫ് എസ്റ്റീം ഒക്കെ അങ്ങനെ പതിയെ നശിച്ചു തുടങ്ങും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയാം. അവരുടെ മുഖത്ത് നോക്കിയിട്ട് നോ പറയാനായിട്ട് അങ്ങ് ശീലിക്കുക. അവസാനം മനസ്സിലാക്കുക, എല്ലാത്തിലും ഉപരി ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സമാധാനമായിരിക്കും ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ ഇതുപോലെയുള്ള ആശ്വാസ വാക്കുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.